അമ്മയുടെ അച്ഛൻ്റെയൊക്കെ വേർപാട് വളരെ വേദനയോടുകൂടിയാണ് വി എസ് പലപ്പോഴായി ഓർത്തെടുത്തിട്ടുള്ളത്. അമ്മയുടെ മരണം വി എസിനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. ആ വേദനയിൽ നിന്നൊക്കെയാണ് വി എസിൻ്റെ മനസ്സിലെ ആ കനൽ ഒരു തീയായി ആളിപ്പടരുന്നത്. ജീവിത സമരത്തിലൊക്കെ വിജയിക്കാൻ വി എസിനെ പ്രാപ്തനാക്കിയതും ഈ വേദനകൾ തന്നെയാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ അമ്മയുടെ മരണം അത് വളരെ വേദനാജനകമാകുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ വസൂരി എന്ന ഒരു മഹാരോഗമുണ്ടായിരുന്നു. ആ വസൂരി പിടിപെട്ട് അമ്മ മരണത്തിന് കീഴടങ്ങുമ്പോൾ വി എസ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഈ വസൂരി ബാധിക്കുന്ന ആൾക്കാരെ അന്ന് ഒരു കുടിലിൽ മാറ്റി കിടത്തുകയായിരുന്നു. അവിടെ കിടന്ന് മരണപ്പെടുന്ന ഈ വസൂരി ബാധിച്ച ആൾക്കാരെ അവിടെ വെച്ച് തന്നെ കത്തിച്ച് കളയുമായിരുന്നു. അതായത് ഈ കുടിലോടുകൂടി കത്തിച്ച് കളയുമായിരുന്നു. അങ്ങനെയാണ് വി എസിൻ്റെ അമ്മയുടെ മരണം വി എസ് അറിയുന്നത്, അല്ലെങ്കിൽ തിരിച്ചറിയുന്നത്. പിന്നീട് നാളുകൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറേ നാളുകൾ വർഷങ്ങൾ പിന്നിടുമ്പോൾ കുട്ടിക്കാലത്ത് വെച്ച് തന്നെ അച്ഛനെയും വി എസിന് നഷ്ടമാവുകയാണ്. അവിടെ നിന്ന് വി എസ് എന്ന ജീവിത സമര പോരാളി ഉയരെടുക്കുകയാണ്. 1923 ഒക്ടോബർ 20 പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ വെന്തലത്തറ വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും 4 മക്കളിൽ രണ്ടാമനായി വി എസ് അച്യുതാനന്ദൻ ജനിക്കുന്നത്. ജ്യേഷ്ഠ സഹോദരൻ ഗംഗാധരനും അനുജൻ പുരുഷോത്തമൻ, സഹോദരി ആഴിക്കുട്ടി എന്നിവരായിരുന്നു. അമ്മ അച്യുതാനന്ദന് 4 വയസ്സുള്ളപ്പോഴാണ് മരണമടയുന്നത്. അന്ന് നാട്ടിൻപുറങ്ങളിൽ സാധാരണ പടർന്നു പിടിക്കാറുള്ള വസൂരി രോഗം ബാധിച്ചാണ് അമ്മ മരിക്കുന്നത്. 11ാം വയസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് അച്ഛനെ നഷ്ടപ്പെടുന്നത്. അതോടെ 7ാം തരത്തിൽ വെച്ച് വി എസിൻ്റെ പഠനവും മുടങ്ങുകയാണ്. അച്ഛൻ്റെ മരണശേഷം ജ്യേഷ്ഠൻ ഗംഗാധരൻ്റെ പുന്നപ്ര പറവൂർ ജംഗ്ഷനിലെ ജൗളിക്കടയിൽ സഹായിയായി കൂടുകയാണ്. ഇക്കാലത്ത് ജൗളിക്കടയിലെത്തുന്ന ആളുകളുടെ രാഷ്ട്രീയ ചർച്ചകൾ അദ്ദേഹത്തെ ആകർഷിക്കുകയാണ്. ഇതിനിടയിലാണ് സമീപത്തുള്ള ആസ്പിൻ വാൾ കയർ കമ്പനിയിൽ ജോലിക്കാരനായി ചേർന്നത്. അന്ന് കേരളത്തിലെ കയർ വ്യവസായത്തിൻ്റെ കയർ ഉൽപ്പന്ന കയറ്റുമതിയുടെയും പ്രധാന കേന്ദ്രമായിരുന്നു ആലപ്പുഴ. പിയേഴ്സ് ലെസ്ലിയും ഡെറാസ്മെയിലിയും പോലുള്ള നിരവധി ബ്രിട്ടീഷ് കയർ കമ്പനികളടക്കം ആലപ്പുഴയിൽ സജീവവുമായിരുന്നു.